ഈ നേരത്തെ കള്ളനും തമിഴത്തെയും ചാടി എന്നുള്ള വിവരം അറിഞ്ഞിട്ട് നാട്ടുകാർ അന്വേഷിക്കുന്നതോടുകൂടി പോലീസും ചെറുതുരുത്തി പോലീസ് മറ്റേ അന്നത്തെ ഗോപി ASIയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പോലീസും ഈ ഭാഗത്തൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കും ഈ കുട്ടീനെ കണ്ടെത്താൻ പറ്റില്ല. കാരണം ഇത് ജനങ്ങൾ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനുകൾ പോകുന്ന ട്രാക്കിലല്ലാത്തതിൻ്റെ പേരിൽ ആരും ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. രാത്രികാലമല്ലേ. അങ്ങനെ ആ വിവരം അറിഞ്ഞ് കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് അറിഞ്ഞപ്പോൾ ഈ ഗോപി ASIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അവിടെ കാണുന്നത്. അവിടെ നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ സാറേ ഞങ്ങൾ ഈ കുട്ടീനെ ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് പറയാണ്, ഒരു ഒറ്റക്കയ്യനായ ഒരാളെ ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. അയാളെ ഇവിടുന്ന് ഞാൻ ചോദ്യം ചെയ്ത അയാൾ പിച്ചക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വിട്ടും ചെയ്തു. ഇപ്പോൾ ആളുകൾ ഷൊർണൂരിൽ നിന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഒറ്റക്കയ്യൻ ട്രെയിനിൽ നിന്ന് ചാടുന്നത് കണ്ടു എന്നുള്ളതാണ് പിന്നീട് വരുന്ന വിവരങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം ജനങ്ങൾ ബോധിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ CSRോട് പറഞ്ഞു, സാറേ ഇത് ഇങ്ങനെയുള്ള അവസ്ഥയാണ്. CSRും പറഞ്ഞു അതിൻ്റെ നടപടികൾ ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഗോപിയെ വിളിച്ചു പറയും. ഞാൻ ഉടനടി ഗോപി സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ ഇത് ഒരു റേപ്പാണ് നടന്നിരിക്കുന്നത് തോന്നുന്നത്. ആ കുട്ടിയുടെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ജനങ്ങൾ കണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അവിടെ പരിശോധിക്കുന്ന ഡോക്ടർമാരോട് അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പറയണം. റേപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വജൈനൽ സ്വാബ്, വജൈനൽ സ്മീർ, പബ്ലിക് ഹെയർ തുടങ്ങിയ അതിൻ്റെ ഡ്രസ്സുകൾ മിസ്സാവാതെ ഡ്രസ്സുകൾ എടുക്കുക, അതിന് വേണ്ട കെയറിങ് കൊടുക്കുക, മറ്റുള്ള തെളിവുകളൊക്കെ ശേഖരിക്കാൻ പറയുക, വേണ്ട മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ പറയണം, അതൊരു ഗൈനക്കോളജി പരിശോധിക്കാൻ പറയണം എന്നുള്ള വിവരങ്ങളൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ ഗോപി സാറിന് ഞാൻ വിളിച്ചു പറഞ്ഞു. സാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതേമാതിരിക്കും നെയിൽ ക്ലിപ്പിങ് ആ സമയത്ത് നമ്മൾ എവിഡൻസ് പോയിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു നല്ലൊരു റേപ്പ് നടന്നതായിട്ട് നമുക്കും ജനങ്ങളുടെ സംസാരത്തിൽ ബോധ്യപ്പെട്ടു. ഈ വിവരങ്ങളൊക്കെ ഗോപി സാർ ഡോക്ടറോട് ധരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് തന്നെ ഈ മറ്റേ വജൈനൽ സ്വാബും സ്മീറും മറ്റേ പിബിക് ഹെയറും അതുപോലെ നെയിൽ ക്ലിപ്പിങ്ങും അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകളൊക്കെ ആ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്യാൻ പോലീസിന് പറ്റി. ഡോക്ടർമാരോട് നിർദ്ദേശിക്കാൻ പറ്റിയ വിവരങ്ങൾ അറിഞ്ഞ് അന്ന് തന്നെ പറഞ്ഞു. സാധാരണഗതിയിൽ നമുക്ക് പരിശോധനയ്ക്ക് ഇത്ര അപകടം പറ്റിയിട്ട് കൊണ്ടുപോയിട്ടുള്ള ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഡിസീസിൻ്റെ വസ്ത്രങ്ങളും അതുപോലുള്ള എവിഡൻസുകളൊക്കെ നഷ്ടപ്പെടുക പതിവാണ്. കാരണം അത് അവിടെ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടത് ഇതിൻ്റെ മറ്റേ നിയമസഹായത്തിന് അപ്പുറത്ത് അവർക്ക് വേണ്ടത് അതിൻ്റെ മെഡിക്കൽ എയ്ഡാണ്. അപ്പോൾ അതിനുള്ള നടപടികളാണ് നോക്കുക. പെട്ട വസ്ത്രങ്ങളൊക്കെ കീറി അങ്ങ് മാറ്റിയ വേസ്റ്റിലേക്ക് ഇടും. അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല. അവരങ്ങനെ നോക്കുക, അവരുടെ എത്തിക്സ് അങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അതൊക്കെ കളക്ട് ചെയ്തോ നഷ്ടപ്പെടാതെ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു. കുട്ടിയെ പരിശോധിച്ചു, നേരെ വെന്റിലേറ്ററിൽ കയറ്റി. ആ സമയത്താണ് ഈ കുട്ടിയുടെ സഹോദരൻ അവിടെ വരുന്നത്. സഹോദരൻ അവിടെ വന്ന് അപ്പോൾ ആ സഹോദരൻ്റെ മൊഴി പ്രകാരമാണ് പിന്നെ കേസെടുക്കുന്നത്. ആ കുട്ടിയുടെ സഹോദരൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നതാണ് പോലീസ് അവിടെ വെച്ചിട്ട്. എന്നിട്ട് പിന്നെ കേസെടുക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഷൊർണൂർ മഞ്ഞക്കാടുള്ള ഒരു പെൺകുട്ടിയാണെന്നും എറണാകുളത്തെ ഒബ്രോ മാളിൽ ജോലി ചെയ്തു വരുന്ന കുട്ടിയാണെന്നും വീട്ടിലേക്ക് അതിൻ്റെ വിവാഹത്തിൻ്റെമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുകളുടെ ആവശ്യങ്ങൾക്കായിട്ട് വീട്ടിലേക്ക് വരുന്നതാണെന്നും എന്നുള്ള വിവരങ്ങളൊക്കെ ആ സഹോദരനിൽ നിന്നാണ് മനസ്സിലാവുന്നത്. സഹോദരൻ ഈ വിവരം അറിയുന്നത് പാസഞ്ചർ ട്രെയിനിൽ വരുന്ന മകളെയും കാത്ത് അമ്മയും നാട്ടുകാരനായ ഓട്ടോ ഡ്രൈവറും കൂടി റെയിൽവേ സ്റ്റേഷന് പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. ട്രെയിൻ വന്നും കുറേ സമയം കഴിഞ്ഞിട്ടും മകളെ പുറത്തേക്ക് കാണാത്തതിനാൽ ഈ അമ്മ റെയിൽവേ സ്റ്റേഷനകത്ത് കയറി മകളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവിടെയുള്ള റെയിൽവേ ജീവനക്കാരിൽ ചില ആളുകൾ പറയുന്നത് ആ വെട്ടിക്കാട്ടിരി വെള്ളാത്തോൾ നഗറിൻ്റെ ഭാഗത്ത് ഒരു പെൺകുട്ടി ട്രെയിനിൽ നിന്ന് വീണ് പരിക്ക് പറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ അറിയുന്നത്. ആ വിവരം തൃശ്ശൂരായിരുന്ന മകനെ അമ്മ വിളിച്ചു പറയാണ്. അങ്ങനെയാണ് അമ്മ അറിഞ്ഞിട്ട് മകൻ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. ഈ പെൺകുട്ടിയുടെ സഹോദരൻ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് ഈ കാര്യങ്ങൾ അറിയുന്നു. അപ്പോഴാണ് നമ്മൾ ആ മകൻ്റെ മൊഴിയെടുത്ത് വിവരങ്ങൾ അറിഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ വന്നിരിക്കുകയാണെന്നും കാര്യങ്ങൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ FIS രേഖപ്പെടുത്തി ഇങ്ങോട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അന്ന് ഞാനും CSRൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 2 പോലീസുകാരും ഈ ഡ്രൈവറും കൂടി അന്ന് ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് ഒറ്റക്കയ്യരായിട്ടുള്ള ആളുകളെ, ട്രെയിനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബഗ്ഗേഴ്സായിട്ട് ജീവിക്കുന്ന ഒറ്റക്കയ്യരായിട്ടുള്ള ആളുകളെ അന്വേഷിച്ച് തൃശ്ശൂർ ജില്ല എല്ലാ ഭാഗങ്ങളിലേക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മറ്റ് വടക്കാനേരി റെയിൽവേ സ്റ്റേഷൻ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ, പാലക്കാട് അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും അന്വേഷിച്ചു. സ്റ്റേറ്റ് ഒന്നിച്ച് ഇതിനുള്ള മെസ്സേജും കൊടുത്തു. ഒറ്റക്കയ്യനായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഇതുപോലെ ട്രെയിനുമായി ബന്ധപ്പെട്ട് ഒറ്റക്കയ്യരായിട്ടുള്ള ആളുകളെ കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള മെസ്സേജും കൊടുത്ത് ഞങ്ങൾ അന്ന് എന്ന് പറഞ്ഞാൽ അന്ന് നേരം വെളുക്കുന്നവരെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി. അതിനു മുമ്പ് ഈ വിവരങ്ങൾ ഇങ്ങനെ അറിഞ്ഞതിന് ശേഷം FIR ഇട്ടതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തു, ഈ ട്രെയിൻ ഒന്ന് പരിശോധിക്കണം,
എന്നുള്ള ഈ ട്രെയിന് പിടിച്ചു നിർത്തണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ട്രെയിൻ പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റിക്വസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഷൊർണൂർ കൊടുത്തു. ഇതിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു ക്രൈം നടന്നിട്ടുണ്ട്, അതിൻ്റെ പേരിൽ. അപ്പോൾ റെയിൽവേ നിയമപ്രകാരം ട്രെയിൻ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല, അനാവശ്യമായിട്ട് ട്രെയിൻ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇൻ കേസ് ഒരാൾ ഒരു ബോഗിയിൽ മരിച്ചു കിടക്കുകയാണെങ്കിൽ തന്നെ ആ ബോഗി മാറ്റി നിർത്തി ട്രെയിൻ അത് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ പിടിച്ചു നിർത്താൻ ട്രെയിൻ അന്ന് ഹാൾട്ടായി നടക്കാൻ മറ്റേ ഷൊർണൂർ പാസഞ്ചർ ട്രെയിൻ അന്ന് ഷൊർണൂരിലാണ് അവർ ഹാൾട്ട്, പിന്നെ പുലർച്ചെ അവിടെ നിന്ന് എടുത്തു പോവുള്ളൂ. അപ്പോൾ ട്രെയിൻ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ വീണ്ടും ഒരു റിക്വസ്റ്റ് കൂടി കൊടുത്തു. ട്രെയിനിൻ്റെ ഇൻട്രാ നമ്പർ കമ്പാർട്ട്മെൻറ്റ്, ഈ സ്ത്രീകൾ സഞ്ചരിച്ചിരുന്ന വനിതാ കമ്പാർട്ട്മെൻറ്റ് ഒന്ന് പരിശോധിക്കാൻ അനുമതി കിട്ടണം. അത് പ്രകാരം അവർ ഞങ്ങൾക്ക് അനുമതി തന്നു. അനുമതി തന്ന് ഞങ്ങൾ ആ ട്രെയിനിൻ്റെ ഉൾവശം എല്ലാ ഭാഗങ്ങളും വിശദമായി പരിശോധിച്ച് ഒരു മഹസർ തയ്യാറാക്കി അതിൽ നിന്ന് കിട്ടിയ മുതലുകളെല്ലാം ശേഖരിച്ചു. ആ മുതലുകളിൽ ഈ പെൺകുട്ടിയുടെ ഹെയർ ക്ലിപ്പിൻ്റെ പൊട്ടിയ നിലയിലുള്ള ഹെയർ ക്ലിപ്പ്, അതേമാതിരിക്ക് ഒരു ബട്ടൺസ്, പൊട്ടിയ ബട്ടൺസ്, ഒരു നൂല്, ബട്ടൺസോട് കൂടിയിട്ടുള്ള ചെറിയ ഒരു ഫൈബർ, ഒരു നൂല്, ബട്ടൺസ് പിടിച്ചിട്ടുള്ള നൂല്, അങ്ങനെ കുറേ മെറ്റീരിയൽ എവിഡൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായി. ആ ഒരു ഡോറിൻ്റെ ഭാഗത്തു നിന്നായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പരിശോധിച്ച് വന്നപ്പോൾ അന്ന് പുലർച്ചെ തന്നെ ഫെയർ ഇട്ടതിന് ശേഷം ആ പുലർച്ചെ തന്നെ ആദ്യം എടുക്കുന്ന വസ്തുക്കൾ അതാണ്. കാരണം പിറ്റേ ദിവസം പുലർച്ചെ ഒരു 4 മണിക്കോട് കൂടിയിട്ട് ട്രെയിൻ വീണ്ടും യാത്ര തുടരും, ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ എവിഡൻസ് എല്ലാം നഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടും, ട്രെയിൻ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ അന്ന് തന്നെ പരിശോധിച്ച് വളരെ മൈലൂട്ടായിട്ടുള്ള പരിശോധന നടത്തി. അപ്പോഴാണ് നമുക്ക് ഈ ചെറിയ നൂലടക്കമുള്ള എവിഡൻസുകൾ അവിടെ നിന്ന് കിട്ടുന്നത്. പിന്നീട് നമ്മൾ പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിന് നടന്നു. കാരണം ഈ ഒറ്റക്കയ്യനെ അന്വേഷിക്കുക എന്നുള്ളതാണല്ലോ. ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ ആ നമ്പറൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. ആ മൊബൈൽ ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസിന് കൊടുത്തു. കോൾ ഡീറ്റെയിൽസ് വന്ന് 2-ാം തീയതി ഒരു ഉച്ചയോട് കൂടിയിട്ട് കോൾ ഡീറ്റെയിൽസ് വന്നു. കോൾ ഡീറ്റെയിൽസ് വന്നപ്പോൾ അതിൻ്റെ അവസാന ലൊക്കേഷൻ കാണുന്നത് പുതുപ്പെരിയാറാണ്. പാലക്കാട് ജില്ലയിലെ പുതുപ്പെരിയാറാണ് ലാസ്റ്റ് ലൊക്കേഷൻ ഈ മൊബൈലിൻ്റെ കാണുന്നത്. ഞങ്ങൾ അങ്ങനെ 2-ാം തീയതി വൈകുന്നേരം ഇതാ പുതുപ്പെരിയാറത്തേക്ക് ബാക്കിയെല്ലാ സ്ഥലങ്ങൾക്ക് ഇറങ്ങിയതിന് ശേഷം യാതൊരു വിവരമില്ല ഒറ്റക്കയ്യനെ കുറിച്ചിട്ട്. അങ്ങനെ നമ്മൾ പുതുപ്പെരിയാറത്തേക്ക് പോയി. പുതുപ്പെരിയാറത്തേക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് പാലക്കാട് റെയിൽവേ DYSP സുനിൽ സാറ് ഒരു ഫോൺ വിളിക്കുന്നു. ഞങ്ങൾ ഫോൺ വിളിച്ച് അറിയിക്കുന്നു, ഞങ്ങൾക്കൊരു ഒറ്റക്കയ്യനെ കിട്ടിയിട്ടുണ്ട്, അവൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട ആളാണോന്ന് അറിയില്ല, പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് കണ്ടതാണ്, എന്തോ പന്തികേട് പോലെ തോന്നുന്നുണ്ട്, കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. ഒരു തമിഴനായ ആളെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് തന്നെ അന്ന് കാലത്ത് തന്നെ ഈ ഒറ്റക്കയ്യൻ്റെ ഒരു രേഖാചിത്രം നമ്മുടെ പോലീസുകാരൻ്റെ അന്ന് ചേർപ്പ് പോലീസിലുള്ള ആ ചേർപ്പ് സ്റ്റേഷനിലൊക്കെയാണ് ഉള്ള പോലീസുകാരനാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല. ആ പോലീസുകാരൻ അതിൻ്റെ ഒരു അയാളെ വിളിച്ചു വരുത്തിയിട്ട് ഈ പ്രതിയുടെ ഈ ഒറ്റക്കയ്യൻ്റെ രേഖാചിത്രം നമ്മൾ വരച്ചിരുന്നു. രേഖാചിത്രം വരയ്ക്കാൻ കാരണം അത് അന്ന് കണ്ടിട്ടുള്ള കുറേ സാക്ഷികളുണ്ട്. ഈ പരിസരത്ത് വെച്ച് വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ച് ഈ പ്രതിയെ കണ്ട അല്ലെങ്കിൽ ഒറ്റക്കയ്യനെ കണ്ട കുറേ സാക്ഷികൾ, നാട്ടുകാരായിട്ടുള്ള ആളുകളുണ്ട്. അവർ വിശദീകരിച്ച് അവർ പറഞ്ഞതനുസരിച്ച് അവർ പറഞ്ഞു കൊടുത്തതനുസരിച്ച് നമ്മുടെ പോലീസുകാരൻ ഒരു രേഖാചിത്രം തയ്യാറാക്കി. ആക്ച്വലി അത് കറക്റ്റായിട്ട് നമ്മുടെ ഗോവിന്ദസ്വാമിയുടെ അതേ മോച്ചയോട് കൂടിയിട്ട് കണ്ണും മൂക്കും എല്ലാം അതേ മോച്ചയോടുള്ള ഒരു രേഖാചിത്രം തയ്യാറാക്കി. ആ രേഖാചിത്രം അന്ന് തന്നെ നമ്മൾ അത് രേഖപ്പെടുത്തി മാസ്റ്ററിലൊക്കെ എടുത്ത് നേരെ കോടതിക്ക് അപ്പം തന്നെ അയച്ചതാണ്. അതൊക്കെയാണ് അതിൻ്റെ ഈ ഡിലേ വരുത്താതെ ഡോക്യുമെൻറ്റ്സുകളൊക്കെ നമ്മൾ അപ്പപ്പോൾ കോടതിക്ക് അയച്ചതിൻ്റെ പേരിൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വാല്യുബിൾ ഒരു എവിഡൻസ് ആയിട്ട് കിട്ടി. അപ്പോൾ അത് പ്രകാരമുള്ള ഒരാളെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ സുനിൽ സാർ അയച്ചു തന്നത് പ്രകാരം ഈ രേഖാചിത്രം അതുകൊണ്ട് വെച്ച് നോക്കിയപ്പോൾ ഏകദേശം സാമ്യം തോന്നി. അങ്ങനെ സുനിൽ സാറ് രാത്രിയോട് കൂടിയിട്ട് ഈ ഒറ്റക്കയ്യനെയായിട്ട് ഇവിടെ വന്നു. ഒറ്റക്കയ്യനെ കണ്ടതും നാട്ടുകാരായ ആളുകൾ പറഞ്ഞു, സാർ ഇവനെ തന്നെയാണ് ഞങ്ങൾ ആ കലാമണ്ഡലത്തിൻ്റെ അടുത്ത് വെച്ച് കണ്ടിട്ടുള്ളത് എന്നുള്ള വിവരം പറഞ്ഞു. അപ്പോൾ കലാമണ്ഡലത്തിന് അടുത്ത് വെച്ച് കണ്ട ഒറ്റക്കയ്യൻ ഇയാളാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ട്രെയിനിൽ നിന്ന് താടിയ ഒറ്റക്കയ്യനും ഈ ഒറ്റക്കയ്യനും ഒന്നാണെന്ന് അറിയണമെങ്കിൽ ട്രെയിനിൽ നിന്ന് ചാടുന്ന ആളെ, ഈ ട്രെയിനിൽ നിന്ന് ചാടിയ ഒറ്റക്കയ്യനെ കണ്ട 2 സാക്ഷികളുണ്ട്. PW 4 and 40 എന്ന് പറയും. നമ്മൾ അന്ന് കോടതിയിൽ PW ആയിട്ട് വിസ്തരിച്ചിട്ടുള്ള ആളുകൾ. ടോമി എന്ന് പറഞ്ഞ വയനാട്ടുകാരനും പിന്നെ ഒരു മലപ്പുറം ജില്ലക്കാരനും. PW എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ വിറ്റ്നസ്സാണ്, അത് കോടതി വിറ്റ്നസ്സാണ്. അപ്പോൾ നമ്മൾ കോടതിയിൽ ഒരു സാക്ഷിയെ വിസ്തരിച്ച് കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന പേരും അതിൻ്റെ നമ്പറുകളൊക്കെയാണ് PW 4 and 40 എന്നൊക്കെ പറയുന്നത്.
കോടതി കിട്ടുന്ന നമ്പറുകൾ, ആ സാക്ഷിക്ക് ഇടുന്ന നമ്പറുകളാണ്, പ്രോസിക്യൂഷൻ വിറ്റ്നസിനുള്ള നമ്പറുകളാണ്. അപ്പോൾ ആ 2 സാക്ഷികളുണ്ട്. ആ സാക്ഷികളാണ് ഇതിനെ കാണുന്നത് ഈ ട്രെയിനിൽ വെച്ചിട്ട്. ആ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടി അന്നത്തെ ദിവസം 1/2/2011 തീയതി ഒബ്രോ മാളിൽ നിന്നും കൂട്ടുകാരായ മറ്റേ അവിടുത്തെ സ്റ്റാഫിനോടും അവിടുത്തെ PR-ഓടൊക്കെ പെർമിഷൻ മേടിച്ച് അവരെ ലീവ് സാങ്ഷൻ ആക്കിയിട്ട് അന്ന് ഈ ട്രെയിനിൽ നമ്മുടെ ഷൊർണൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. ആ കുട്ടി ആദ്യം സഞ്ചരിച്ചത് ഗാർഡ് റൂമോട് കൂടിയിട്ടുള്ള ഒരു കൂപ്പ ഉണ്ടാവും, ഒരു കമ്പാർട്ട്മെൻറ്റ്, ഏറ്റവും പുറകിലെ കമ്പാർട്ട്മെൻറ്റ് ഗാർഡ് റൂമാണ്. ആ ഒരു കമ്പാർട്ട്മെൻറ്റാണ്. ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ മധ്യഭാഗത്ത് ഒരു വനിതാ പോർഷൻ ഉണ്ടാവും, ഒരു കൂപ്പ. ആ കൂപ്പയിൽ ഇരുന്നിട്ടാണ് ഈ പെൺകുട്ടി അവിടെ നിന്ന് സഞ്ചരിച്ച് വന്നത്. അവിടെ നിന്ന് ഈ പെൺകുട്ടി കയറുന്ന സമയത്ത് അതിൽ കുറേ വനിതകൾ ഇരുന്നിരുന്നു. ആ വനിതകളുടെ കൂടെ സഞ്ചരിച്ചു. ആ വനിതകൾ എല്ലാ ആളുകളും പല റെയിൽവേ സ്റ്റേഷനുകളായി ഇറങ്ങിപ്പോയി. ഒരു ഫാമിലി മാത്രം അവസാനം ഉണ്ടായിരുന്നു. അത് ഈ വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിൽ ആ ഫാമിലി ഇറങ്ങിപ്പോയി. ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നു. അവരുടെ അമ്മയും മകളുടെ മകളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഫാമിലി ഇറങ്ങി. അവർ വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പുള്ള മുള്ളൂർക്കർ റെയിൽവേ സ്റ്റേഷനിൽ ഈ ലോക്കൽ ട്രെയിൻ നിർത്തിയപ്പോൾ അവിടെ ഇറങ്ങിപ്പോയപ്പോൾ ഈ പെൺകുട്ടി, നമ്മുടെ ഈ പരിക്ക് പറ്റിയ പെൺകുട്ടി ഒറ്റയ്ക്കായപ്പോൾ ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി നേരെ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിൽ ഓടിക്കയറുകയാണ്. ഈ ഓടിക്കയറുന്നത് ഗാർഡ് കാണുന്നുണ്ട്. ഈ ഓടിക്കയറുന്നത് അവിടെ ഇറങ്ങിയ പെൺകുട്ടി മറ്റു യാത്രക്കാരും കാണുന്നുണ്ട്. ആ യാത്രക്കാരുമായിട്ട് നല്ല കമ്പനിയായിട്ട് നന്നായി സംസാരിച്ച് വന്നുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഫ്രണ്ടിലെ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഉടനെ അതിങ്ങനെ സ്തബ്ധമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ആ കമ്പാർട്ട്മെൻറ്റിലും ആരുമില്ല. അതുകൊണ്ടുള്ള ആ ഒരു ഇതാണ്. രാത്രി കാലങ്ങളിൽ വനിതാ കമ്പാർട്ട്മെൻറ്റിൽ ഏത് കമ്പാർട്ട്മെൻറ്റിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം പിന്നീട് യാത്ര ചെയ്തതാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഭീകരാവസ്ഥ തന്നെയാണ് രാത്രി ട്രെയിനിൽ. മൊത്തത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭീകരത തോന്നിയിരിക്കുന്നത് കൊടുങ്കാടും കാര്യങ്ങളൊന്നുമല്ല. ഈ ട്രാക്കിൻ്റെ വശങ്ങളിൽ, വിജനമായ ട്രാക്കിൻ്റെ വശങ്ങളിൽ നമ്മൾ ഈ ബോഡികൾക്കൊക്കെ കാവൽ നിൽക്കില്ലേ, ആ സമയത്തൊക്കെ അറിയാം. വിജനമായി രാത്രിയൊക്കെ കാവൽ നിൽക്കുമ്പോൾ ട്രാക്കിൻ്റെ വശങ്ങളിൽ കാവൽ നിൽക്കുമ്പോൾ ഒരു ഭീകരാവസ്ഥയാണ്. അതുപോലെ തന്നെ ട്രെയിനിനകത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ രാത്രി കാലങ്ങളിൽ അതൊക്കെ ഒരു ഭീകരാവസ്ഥ. അതുപോലെ തന്നെ ഈ മറ്റേ കടൽ തീരങ്ങൾ, വിജനമായ കടൽ തീരങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോലെയുള്ള എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ ആ കുട്ടി അങ്ങനെ നിന്നിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്, ആ സാക്ഷികളും എല്ലാവരും പറയുന്നത്. അതിന് ശേഷം തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ഈ വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ. വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് നിർത്തിയതിന് ശേഷം ഈ ക്യാഷ് ചെസ്റ്റ് സീൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അവിടെ. ഈ ട്രെയിനിൻ്റെ ക്യാഷ് ചെസ്റ്റ് സീൽ ചെയ്യുക എന്ന് പറയും. അപ്പോൾ വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സ്റ്റാഫ് ഈ കമ്പാർട്ട്മെൻറ്റിൽ വന്ന് ഗാർഡിൻ്റെ അവിടെ വന്ന് ക്യാഷ് ചെസ്റ്റ് സീൽ ചെയ്യലും അങ്ങനെ കുറച്ച് ഒഫീഷ്യൽ വർക്ക് അവർക്ക് അവിടെ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി അവിടെ ട്രെയിൻ പിടിച്ചു നിർത്തി. അങ്ങനെ ട്രെയിൻ പിടിച്ചു നിർത്തിയ സമയത്ത് ഈ വനിതാ കമ്പാർട്ട്മെൻറ്റിൻ്റെ നേരത്തെ പറഞ്ഞ ഗാർഡ് ഇരുന്നിരുന്ന ആ കമ്പാർട്ട്മെൻറ്റിലെ വനിതാ കൂപ്പയല്ല, അതിന് തൊട്ട് മുന്നിലുള്ള ഈ പെൺകുട്ടി കയറിയിട്ടുള്ള വനിതാ കമ്പാർട്ട്മെൻറ്റിന് മുന്നിൽ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. ആ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ മധ്യഭാഗത്തിലൂടെ നമ്മുടെ ഈ ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദസ്വാമി ഇറങ്ങിയിട്ട് വരികയാണ്. ആ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ PW 4 and 40 കോടതി സാക്ഷികളായിട്ടുള്ള 4ഉം 40നും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനെ കണ്ടിട്ട് അവരുടെ ഇടയിൽ കൂടെ ഈ ഗോവിന്ദസ്വാമി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ പറയും, അണ്ണാ കൊഞ്ചം വഴി കൂടെ അണ്ണാ എന്ന് പറഞ്ഞ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നു. നേരെ ഗാർഡ് നിൽക്കുന്നതിൻ്റെ അവിടേക്ക് പോകുന്നു. ഗാർഡ് നിൽക്കുന്നതിൻ്റെ അവിടെ പോയി അവിടെ എന്താ നോക്കുന്നത്, പണി ചെയ്യുന്നത് നോക്കി അവിടുന്ന് നേരെ തിരിച്ചു വരുമ്പോൾ വനിതാ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്ന് നോക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ വനിതാ കമ്പാർട്ട്മെൻറ്റിൽ ഗോവിന്ദസ്വാമി കയറുന്നില്ല. നേരെ വന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ മധ്യഭാഗം കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ഡോറിലൂടെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നു. അപ്പോൾ ഒരു ലോക്കൽ ട്രെയിനിന് 6 ഡോറുകളായിരിക്കും. ഒരു വശത്തേക്ക് 3 ഡോറും മറ്റു വശത്തേക്ക് 3 ഡോറും, അങ്ങനെ 6 ഡോറുകളായിരിക്കും. മധ്യഭാഗത്തെ ഡോറിലൂടെ ഇറങ്ങി പിന്നെ ഏറ്റവും എൻഡിലൂടെ ഉള്ള ഡോറിലാണ് പിന്നെ ഈ പ്രതി കയറുന്നത്. അത്രമാത്രമേ ഈ സാക്ഷികൾ കാണുന്നുള്ളൂ. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം, പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും,
നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിന് മൂവ് ചെയ്ത് ഒരു 400 മീറ്റർ കഴിയുമ്പോഴാണ് തൊട്ട് മുന്നിലുള്ള വനിതാ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കുന്നത്. ഈ PW4 and 14 ഒക്കെ മറ്റുള്ള യാത്രക്കാരും കേൾക്കുന്നുണ്ട്. ഈ ട്രെയിനിൻ്റെ അവസാനത്തെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതോടുകൂടി ട്രെയിൻ യാത്ര അവസാനിക്കുകയാണ്. അതൊരു ജംഗ്ഷനാണ്, ഷൊർണൂർ ജംഗ്ഷൻ. അപ്പോൾ ഇതിലുള്ള യാത്രക്കാരിൽ കുറേ ആളുകൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് വേറെ ട്രെയിനിൽ കയറി പോകേണ്ട ആളുകളാണ്. ഈ പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ PW4 പറയുന്നു, ടോമി എന്ന് പറഞ്ഞ അയാൾ പറയുന്നു, ഹൈ, ഒരു പെൺകുട്ടിയുടെ കരച്ചിലല്ലേ ആ കേൾക്കുന്നത്, നമുക്ക് ട്രെയിൻ ചെയിൻ വലിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആ ഡോറിൻ്റെ ഭാഗത്ത് നിന്നിരുന്നൊരു മധ്യവയസ്കനായ അയാൾ ആരാണെന്ന് നമുക്കറിയില്ല. അയാളെ നമുക്ക് സാക്ഷിയായി കൊടുക്കാൻ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ രേഖാചിത്രങ്ങൾ നമ്മൾ വരച്ചു, അയാളെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി, പക്ഷേ അയാളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാലോ, ഒരു 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 ലോക്കൽ ട്രെയിനിൽ ഒരു ജംഗ്ഷനിൽ വന്ന് ഇറങ്ങി പോകുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ യാതൊരു മാർഗ്ഗം ഉണ്ടായില്ല. അവിടുത്തെ CCTV നോക്കിയിട്ട് ഒന്നും നോക്കിയിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, കണ്ടെത്താനും പറ്റിയില്ല. അയാൾ പറയുന്നു, ആ കുട്ടിയൊക്കെ ചാടി രക്ഷപ്പെട്ടു പോയി, നിങ്ങൾ ഈ ട്രെയിനിൻ്റെ ചെയിൻ വലിച്ച് ഞങ്ങളെല്ലാവരും ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് ഒരു വാക്ക് പറയുന്നു. അത് പിന്നീട് ആ കേസിന് ഒരു വഴിത്തിരിവാകുകയാണ്. അങ്ങനെ പറയാനിടയായ അയാളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിൻ നിർത്തിയിട്ട് ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് മറ്റു ട്രെയിനിൽ കയറി പോകേണ്ട ആളുകൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അത് അയാളുടെ സംസാരത്തിൽ തന്നെ ഈ സാക്ഷികൾക്ക് മനസ്സിലായിട്ടുള്ളതായിട്ട് അവർ കോടതിയിലും എല്ലായിടത്തിലും പറയുന്നുണ്ട്. അവർ അത് കഴിഞ്ഞതിന് ശേഷം, ഈ പറഞ്ഞതിന് ശേഷം ഈ രണ്ട് സാക്ഷികളും അയാൾ ഇരുന്നിരുന്ന ഡോറിൻ്റെ ഓപ്പോസിറ്റ് ഡോറിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോഴാണ് വനിതാ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് തൂങ്ങി നമ്മുടെ ഗോവിന്ദസ്വാമി ഇറങ്ങിപ്പോകുന്നത് കാണുന്നത്. അപ്പോൾ ഈ സാക്ഷികൾ ചോദിക്കും, ഡാ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദസ്വാമി പറഞ്ഞിട്ട് ഒന്നുമില്ലണ എന്ന് പറഞ്ഞ് അവൻ ഈസി ആയിട്ട് ഇറങ്ങി ഈ പെൺകുട്ടി വീണു എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് നടന്നു പോകുന്നത് കാണുന്നു. അത്രയും കാണുന്നു. ഈ വിവരങ്ങളൊക്കെ തൊട്ടടുത്ത അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അടുത്ത റെയിൽവേ സ്റ്റേഷനിലെത്തി. പാലം കടന്നു, ഭാരതപ്പുഴ കടന്നു, അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ രണ്ട് സാക്ഷികൾ ഒരു നല്ല സാക്ഷികളാണ്. അവർ നേരെ വന്ന് ഗാർഡിനോട് വിവരം പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു തമിഴിനും തമിഴത്തിയും ചാടിയുണ്ട്. അങ്ങനെ പറയുന്നത്, തമിഴിനും തമിഴത്തിയും ചാടിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. എപ്പോഴും രേഖകളിലൊക്കെ അതാണ് അവിടെ ആദ്യം രേഖകളിലുണ്ടായിരുന്നത്, തമിഴിനും തമിഴത്തിയും ചാടി. ഈ ഗാർഡിനോട് പോയി പറഞ്ഞു, ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഗാർഡ് വന്നിട്ട് നേരെ മറ്റേ കമ്പാർട്ട്മെൻറ്റിൽ നോക്കി, അതിലൊന്നും ആരെയും കണ്ടില്ല. നേരെ പോയിട്ട് അത് ഗാർഡും ഈ രണ്ട് സാക്ഷികളും കൂടി പോയിട്ട് നേരെ സ്റ്റേഷൻ മാസ്റ്ററോട് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ വിവരം അറിയുന്നത്. ഈ സാക്ഷികൾ അവരുടെ നമ്പറും കൊടുത്തു, എൻ്റെ നമ്പറുകൾ ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്പറും കൊടുത്തു. സ്വാഭാവികമായിട്ടും അയാൾ ഗാർഡ് എഴുതി മേടിച്ചതാണ്. അപ്പോൾ ചോദിക്കുമല്ലോ എന്തുണ്ടായി സംഭവങ്ങൾ ചോദിക്കുമ്പോൾ എഴുതി മേടിക്കുകയും ചെയ്തു. ട്രെയിൻ പുറപ്പെട്ട് അങ്ങനെ പോയി. ട്രെയിനിൽ നിന്ന് ചാടിയ ഗോവിന്ദസ്വാമി നേരെ പുറകിലേക്ക് വന്ന് ഈ പെൺകുട്ടി വീണ് കിടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്നും പെൺകുട്ടിയെ നേരെ തോളിലേറ്റി കൊണ്ടുപോയി. നേരത്തെ പറഞ്ഞ പെൺകുട്ടി അപകടം പറ്റി കിടന്നിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് വളരെ മൃഗീയമായി റേപ്പ് ചെയ്യണം. മൃഗീയമായിട്ട് റേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിൻ്റെ പോർഷൻ, നിങ്ങൾക്ക് ട്രാക്കില്ലേ, ട്രാക്കിൽ മെറ്റലാണ് ഇരിക്കുമല്ലോ, ഒരു മെറ്റലിൻ്റെ മുകളിലാണല്ലോ ട്രാക്ക് കിടക്കുന്നത്. ആ മെറ്റലിൽ തല വെച്ചിട്ട് താഴത്തേക്ക് കാലൊക്കെ ആയിട്ട് നിർത്തി അങ്ങനെയുള്ള അവസ്ഥയിൽ നേരെ പാൻറ്റും അടിവസ്ത്രവും ഒരുമിച്ച് പിടിച്ച് വലിച്ച് താഴത്തേക്കിട്ട് ഊരിക്കളഞ്ഞ് അവിടെ വെച്ച് 2 times 2 പ്രാവശ്യം റേപ്പ് ചെയ്തു എന്നാണ് അവൻ്റെ കൺഫെഷൻ ശരിക്കും വരുന്നത്. അവിടെ വെച്ച് റേപ്പ് ചെയ്യുകയാണ് ഈ കുട്ടീനെ. അപ്പോൾ ഈ കുട്ടി അബോധാവസ്ഥയിൽ അല്ലെങ്കിലും ഈ കുട്ടി പരിക്ക് പറ്റി ഒന്നും പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുന്ന ആ കുട്ടി, മൃതപ്രായമായിട്ട് കിടക്കുന്ന ആ കുട്ടി കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്നാണ് പ്രതി പറയുന്നത്. ശരി അരുതെന്ന്. അങ്ങനെ അവിടെ വെച്ച് റേപ്പ് ചെയ്തിട്ട് അവനവിടെ നിന്ന് എണീറ്റ് പോരുകയാണ്. അപ്പോൾ പോരുന്ന സമയത്ത് ആ കുട്ടിയുടെ ബാഗൊക്കെ എടുത്ത് പരിശോധിച്ച് അതിൽ ഫോൺ കൊടുത്തിട്ടാണ് പോരുന്നത്. ഇവനെ അറസ്റ്റ് ചെയ്ത് നമ്മൾ ചോദ്യം ചെയ്ത സമയത്ത്
അവൻ പറഞ്ഞൊരു വാക്കുണ്ട് അപ്പോൾ, സാർ ഈ പാൽപ്പായസമൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഇട്ടെറിഞ്ഞ് പോരുമോ സാർ? വളരെ നികൃഷ്ടനായിട്ട് വളരെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് അവൻ ആ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് അവനൊരു എന്താ പറയുക, ഇന്നും അവൻ അങ്ങനെയാണ്, ഒരിക്കലും ഇതായി വന്നിട്ടില്ല അവൻ അങ്ങനെ എന്നോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കൺഫസ് ചെയ്ത്. അപ്പോൾ അവൻ അത് ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ എടുത്ത് ബാഗൊക്കെ പരിശോധിച്ചു. ആ കുട്ടിയുടെ കയ്യിൽ 5 പൈസ ഇല്ല, ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സ് മാത്രം ഇട്ടിട്ടുള്ള ഈ അങ്ങനെ ഒരു പാവപ്പെട്ട കുട്ടിയാണല്ലോ, ഈ മൊബൈൽ ഫോൺ മാത്രമേ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി ആയിട്ട് കയ്യിലുള്ളൂ. അത് എടുത്തു, ബാഗൊക്കെ അങ്ങനെ തുറന്നിട്ടിട്ട് അങ്ങനെ ആ അവസ്ഥയിൽ നഗ്നായിട്ട് അവിടെ കിടത്തിയിട്ട് അവൻ കൂളായിട്ട് കയറി വരുമ്പോൾ സമയത്താണ് നേരത്തെ സാക്ഷികൾ കാണുന്നത്. അവർക്കറിയില്ലോ ഈ കുട്ടി ഇങ്ങനെ പീഡിക്കപ്പെട്ട് കടന്നിരുന്നൊന്നും, ഈ കുട്ടി ഇങ്ങനെ ഉള്ള അവസ്ഥയൊന്നും നാട്ടുകാർക്ക് അന്ന് ചോദ്യം ചെയ്യുമ്പോൾ അറിയില്ല. അങ്ങനെ അവിടെ നിന്ന് അവൻ ഈ നാട്ടുകാർ ചോദ്യം ചെയ്തതിന് ശേഷം അവൻ പിന്നീട് പറഞ്ഞ് ആ ബസ് സ്റ്റോപ്പിൻ്റെ പുറകിലുള്ള സ്ലോപ്പ് ഉണ്ട് ഇങ്ങനെ വാർപ്പിൻ്റെ, അതിൽ കുറേ നേരം കിടന്നതിന് ശേഷം എല്ലാവരും പോയി എന്നറിഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങി മെല്ലെ പാലക്കാട് ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ടാണ് പിന്നെ ഈ മെസ്സേജ് കിട്ടുന്ന കാര്യം വിവരങ്ങൾ അറിയുന്നത്. പിന്നെ പോലീസ് പിടിക്കപ്പെടുന്നു. സുനിൽ സാറിൻ്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ റെയിൽവേ പോലീസ് എല്ലാ ഭാഗത്തേക്കും മെസ്സേജ് കൊടുത്തിരുന്നല്ലോ, ഒറ്റക്കയ്യന്മാരെ കിട്ടണം പറഞ്ഞിട്ടുള്ള അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പ്രകാരമാണ് അവർ ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തു നിന്നാണ് ഇവനെ കിട്ടുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിൽ, ഒരു റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ, കോയമ്പത്തൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ അവിടെ റിസപ്ഷനിൽ ഇരുന്നിരുന്ന, അല്ലെങ്കിൽ അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഇരുന്നിരുന്ന ഒരു വനിതാ പോലീസുണ്ട്. ആ വനിതാ പോലീസ് ഇവനെയൊക്കെ ചോദ്യം ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു സന്ദേഹം ഇருக்கு സാർ എന്ന് ചൊല്ലി. എന്നിട്ട് ആ വനിതാ പോലീസ് പെട്ടെന്ന് സേലം പോലീസ് സ്റ്റേഷനിലേക്ക്, റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. സാർ ഗോവിന്ദസ്വാമി ഇല്ലേ, ആ ഗോവിന്ദസ്വാമിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഗോവിന്ദസ്വാമിയുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്ത് ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഇവൻ്റെ ഫോട്ടോ കാണുന്നത്. ഇവൻ്റെ ഫോട്ടോ കാണുന്നു, ഗോവിന്ദസ്വാമിയുടെ കേസിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായി വരുന്നു. നിരവധി കേസുകൾ, റോബറി കേസുകൾ, തെഫ്റ്റ് കേസുകൾ, ഓർഡിനറി തെഫ്റ്റ് കേസുകൾ, പിന്നെ അതേപോലെ തന്നെ സ്ത്രീ പീഡനം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കേസുകളുടെ ഒരു ലിസ്റ്റും ഇവൻ്റെ ഫോട്ടോ കറക്റ്റ് ഗോവിന്ദസ്വാമി. ഇത് ഇവനെ കാണിച്ചു കൊടുത്തപ്പോൾ അപ്പോഴാണ് ഇവൻ പറയുന്നത് ഞാൻ സാർ ഗോവിന്ദസ്വാമിയാണ്.